ഗുഡ് മോർണിംഗ്. തുടങ്ങിയേക്കാം. ഞാൻ ആദ്യം അസിസ്റ്റങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഇതിനുമ്പോൾ വണ്ടിയൊന്നും ഓടിച്ചിട്ടില്ല, ആദ്യമായിട്ടല്ലേ? ഓക്കെ, ഞാൻ ആ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം, അത് മനസ്സിലാക്കി ഒന്ന് വെക്കുക. ഓക്കെ, വണ്ടിയുടെ ABC, അതായത് ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ഏതൊക്കെയാണ് മനസ്സിലായോ? A ആക്സിലറേറ്റർ, B ബ്രേക്ക്, C ക്ലച്ച്. ക്ലച്ച് ചവിട്ടുന്നത് ഇടത് കാലം കൊണ്ടാണ്, അതായത് ലെഫ്റ്റ് ലെഗാണ്. ബ്രേക്ക് ചവിട്ടുന്നതും ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്യുന്നതും വലത് കാലം കൊണ്ടായിരിക്കും. അപ്പോൾ ബ്രേക്ക് ചവിട്ടേണ്ട സിറ്റുവേഷനിൽ നമുക്ക് ആക്സിലറേറ്ററിൻ്റെ ഉപയോഗമില്ല. ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രേക്കിൻ്റെ ഉപയോഗമില്ല. അതുകൊണ്ട് വലത് കാല് അത് രണ്ടിനുമായിട്ട് ഉപയോഗിക്കാം. ക്ലച്ച് ചവിട്ടുന്ന കാലം ഏതാ? ഇടത് കാലം അല്ലേ? ബ്രേക്ക് ചവിട്ടുന്നത് ആക്സിലറേറ്റർ. ഓക്കെ, അത് മൂന്ന് മനസ്സിലായ? ഒന്ന് പറഞ്ഞേ, അത് ഏതൊക്കെയാണ് കാലം കൊണ്ട് തൊട്ട് കാണിച്ച് പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്. ക്ലച്ച് ചവിട്ടുന്ന കാലം ഏതാ? ബ്രേക്ക് ചവിട്ടുന്ന കാലം ഏതാ? ആക്സിലറേറ്റർ. ഓക്കെ, ഇതാണ് ഗിയർ ലിവർ, ഇത് ഹാൻഡ് ബ്രേക്ക്, ഇതറിയാലോ. എന്തോ ഇത്? സ്റ്റിയറിംഗ്. ഇത് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, ഹെഡ്ലൈറ്റ് സ്വിച്ച്, ഡിമ്മും ബ്രൈറ്റും എല്ലാം ഇതിൽ തന്നെയാണ്. ഓക്കെ അല്ലേ? ഇപ്പോൾ റൈറ്റിലേക്ക് നമുക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ ഒരു വിരലുകൊണ്ട് പതിയെ ഒന്ന് താഴത്തോട്ട് തട്ടിക്കഴിഞ്ഞാൽ റൈറ്റിലേക്കുള്ള ഇൻഡിക്കേറ്ററായി. സ്റ്റിയറിംഗ് തിരിച്ച് നേരെ വരുമ്പോൾ ഇൻഡിക്കേറ്റർ തനിയെ ഓഫ് ആയിക്കോളും. ഇപ്പോൾ ലെഫ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ മുകളിലേക്കാണ് തട്ടിക്കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്കുള്ള ഇൻഡിക്കേറ്ററായി. അതും സ്റ്റിയറിംഗ് തിരിച്ച് നേരെ വരുമ്പോൾ ഇൻഡിക്കേറ്റർ തനിയെ ഓഫ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ അതിത്രയും ഏതാണ്ട് മനസ്സിലായോ? ഇതാണ് വൈപ്പറിൻ്റെ സ്വിച്ച്. മഴക്കാലത്ത് ഇപ്പോൾ ഗ്ലാസ്സിൽ വെള്ളം കണ്ടോ? അപ്പോൾ വൈപ്പർ, മഴക്കാലത്ത് വൈപ്പർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറുതായിട്ട് തട്ടിക്കഴിഞ്ഞാൽ വൈപ്പർ വർക്ക് ചെയ്തോളും. ഓക്കെ അല്ലേ? ഏതാണ്ട് മനസ്സിലായോ? ഒന്നുകൂടെ മനസ്സിലാക്കാം. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഓക്കെ, ഇത് ഇത് ഓക്കെ, ഇത് ഹെഡ്ലൈറ്റ് സ്വിച്ച്, ഇൻഡിക്കേറ്റർ സ്വിച്ച് എല്ലാം അതിൽ തന്നെ. ഓക്കെ അല്ലേ? പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഏതൊരു വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ഇരിപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം. നമ്മളെ സീറ്റിംഗ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈവിങ്ങിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ സീറ്റ് കറക്റ്റാണോ എന്നറിയുന്നതിന് വേണ്ടി ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. ക്ലച്ച് ഒന്ന് ചവിട്ടിക്കേ, അമർത്ത്. അപ്പോൾ കാലെത്തുന്നുണ്ടോ? അപ്പോൾ സീറ്റ് ബാക്കിലേക്ക് ഇറങ്ങിക്കിടക്കുക. അപ്പോൾ അതുകൊണ്ടാണ് കാലെത്താത്തതും. നമുക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ക്ലച്ച് നന്നായിട്ട് ചവിട്ടാനോ ഗിയർ ഇടാനോ ഒന്നും പറ്റില്ല. അപ്പോൾ സീറ്റ് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ചെറിയൊരു ലിവറുണ്ട്. ആ ലിവർ മുകളിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് ഒരു കൈ ഇവിടെ ബലം പിടിച്ചുകൊണ്ട് മുന്നോട്ടൊന്ന് തള്ളിക്കുക. ആ ലിവർ മുകളിലേക്ക് ഉയരണം, എന്നിട്ട് ഫ്രണ്ടിലേക്കോട്ട് വലിച്ച് തള്ളിക്കുക. കുറച്ചുകൂടെ കയറ്റിയിട്ട് ഓക്കെ. ഇനി ഒന്ന് ക്ലച്ച് ചവിട്ടി നോക്കിയേ. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? അപ്പോൾ സീറ്റ് കറക്റ്റായി. ഓക്കെ, ഇനി അടുത്തതാണ് വണ്ടിക്ക് എത്ര മിററുണ്ട്? 3 എണ്ണം ഉണ്ട്. അത് കറക്റ്റാണോ? ഇത് കറക്റ്റാണോ? സൈഡ് കാണാവോ? ഇത് കറക്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ നേരെ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്ക് കാണത്തക്ക രീതിയിൽ കറക്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് സീറ്റ് ബെൽറ്റ്. ഇത് വലിച്ച് ഇവിടെ കൊണ്ടുവന്ന് ക്ലിപ്പ് ചെയ്തേ. ഈ 3 കാര്യങ്ങൾ വണ്ടിയിൽ കയറി ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം എന്താ? സീറ്റ് കറക്റ്റ് ചെയ്യുക. രണ്ടാമത് മിറർ കറക്റ്റ് ചെയ്യുക. മൂന്നാമത് സീറ്റ് ബെൽറ്റ് ഇടുക. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. വണ്ടി സ്റ്റാർട്ട് ചെയ്യും മുമ്പ് വണ്ടി ഗിയറിലാണോ എന്ന് നോക്കണം. ഇപ്പോൾ ഗിയറിൽ കിടക്കുന്ന ഒരു വണ്ടി, പഴയ വണ്ടിക്കാണ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ടെടുത്ത് ജമ്പ് ചെയ്യും. ഇപ്പോഴത്തെ പുതിയ മോഡൽ വണ്ടികളിൽ എന്ന് പറഞ്ഞാൽ ക്ലച്ച് ചവിട്ടാതെ വണ്ടി സ്റ്റാർട്ടാകത്തില്ല. അപ്പോൾ എപ്പോഴും ക്ലച്ച് ചവിട്ടി പിടിച്ച് വണ്ടി ന്യൂട്രലാണോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ. ഓക്കെ അല്ലേ? ക്ലച്ച് നല്ലപോലെ അമർത്തി ചവിട്ടിക്കുക. ഓക്കെ, ഇതെന്ത് വരുന്നു? ഗിയർ ലിവറിൽ കൈ വയ്ക്കും. വണ്ടി ന്യൂട്രലാണോ എന്ന് നോക്കുന്നത്, കൈക്ക് ബലം ഒട്ടും കൊടുക്കരുത്. ഗിയർ ലിവർ അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടി നോക്കുക. അപ്പോൾ ഇത്രയും ടൈറ്റാണെങ്കിൽ വണ്ടി ഗിയറിൽ കിടക്കുക. അപ്പോൾ അത് പതിയെ ഒന്ന് ഫ്രണ്ടിലേക്ക് തള്ളുക. എന്നിട്ട് ഒരു കൈ വിരൽ അങ്ങോട്ട് നീക്കുക, ഒരു കൈ ഇങ്ങോട്ട് നീക്കുക. കേട്ടോ? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഇത്രയും പ്ലേ ആണെങ്കിൽ വണ്ടി ന്യൂട്രലായി. നമ്മളിപ്പോൾ ഈ ക്ലച്ച് ചവിട്ടി പിടിച്ചിരിക്കുന്ന ബലം, ആ ബലം ഈ കയ്യിൽ വരരുത്. നമ്മളിപ്പോൾ ഒരു പൂ പറിക്കാൻ പോകുന്ന ബലം, ആ ബലമേ ഗിയർ ഇടാനായിട്ട് കയ്യിൽ വരാവുള്ളൂ. ഓക്കെ അല്ലേ?
ഇപ്പോൾ ന്യൂട്രലാണോ ഗിയറിലാണോ? ന്യൂട്രലാണ്. ഇപ്പോൾ ഗിയറിലാണെങ്കിൽ നല്ല ടൈറ്റ് ആയിരിക്കും. ഒന്ന് നാട്ടി നോക്കി, ടൈറ്റ് അല്ലേ? പതിയെ ഫ്രണ്ടിലേക്ക് കളഞ്ഞു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടി നോക്കി. കൈ മാറ്റിക്കുക. ഇപ്പോൾ ഗിയർ ലിവർ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിലോ ഒന്ന് നാട്ടി നോക്കി, ടൈറ്റ് അല്ലേ? അപ്പോൾ ന്യൂട്രലിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കൂ. ഓക്കെ. ഇത് ഇങ്ങനെയാണ് ന്യൂട്രലാണോ നോക്കുന്നത്. അപ്പോൾ ന്യൂട്രൽ ആണെങ്കിലും അല്ലെങ്കിലും ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ടേ വണ്ടി സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ ബ്രേക്കിനടുത്തും കൂടെ ആ കാലൊന്ന് വെക്കും. ഓക്കെ. പിന്നെ താക്കോലിൽ കൈവേ ഒന്ന് തിരിച്ച് ഇഗ്നേഷൻ ലൈറ്റൊക്കെ കത്തട്ടെ. ഒന്നുകൂടെ തിരിച്ച് രണ്ട് തേങ്ങേറ്റത്ത് ആ ലൈറ്റ് ഇപ്പോൾ ഓഫാവും. ഇനി ഒന്നുകൂടെ തിരിച്ചാൽ വണ്ടി സ്റ്റാർട്ടായി. വിട്ടേക്ക്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇതെല്ലാം കൂടെ കേട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാം കൂടെ എൻ്റെ തലയിൽ കയറുമോ എന്നുള്ളൊരു കൺഫ്യൂഷനൊന്നും വേണ്ട. അപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട സ്റ്റിയറിംഗ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ ഇതേപോലെ പറഞ്ഞു വരുമ്പോൾ മനസ്സിലായിക്കോളും. ഇതെല്ലാം കൂടെ കേട്ടാകെ ടെൻഷൻ ആകണ്ട. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗിൽ പിടിക്കേണ്ട രീതി, ഒരു കൈ ഇവിടെയും ഒരു കൈ ഇവിടെയും. നമ്മൾ ഈ വാച്ചിൻ്റെ ഇച്ചിരി ഇറക്കി പിടിച്ചു. വാച്ചിൻ്റെ 10 സൂചി ഇങ്ങനെ നിൽക്കത്തില്ലേ, ആ ലെവലിൽ വേണം സ്റ്റിയറിംഗിൽ പിടിക്കാൻ. സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ കൈ ചേഞ്ച് ആകാം. വീണ്ടും നേരെ വരുമ്പോൾ ഈ 10 പൊസിഷനിൽ തന്നെ വരണം. ഓക്കെ. നമ്മൾ വണ്ടി മുന്നോട്ട് നീക്കാൻ പോവുക. പേടിയുണ്ടല്ലോ? ഇല്ലല്ലോ? ഈ കൈ ഇങ്ങനെ തരിക. ഫസ്റ്റ് ഗിയർ ഇടത്തോടെ ഇങ്ങനെ നീക്കി ഫ്രണ്ടിലേക്ക് തള്ളണം. അതിനുശേഷം ഇതെന്ത് വരുന്നു? ഹാൻഡ് ബ്രേക്ക് അങ്ങോട്ട് ഓഫ് ചെയ്യുക. സ്റ്റിയറിംഗിൽ കൈ വരിക. നേരെ നോക്കിക്കോളൂ. ആ വൈപ്പറിൻ്റെ സ്വിച്ച് ഏതായിരുന്നു ഞാൻ കാണിച്ചു തന്നത്? പതിയെ താഴത്തോട്ട് തട്ടുകയെ. ഇനി ക്ലച്ച് പതിയെ റിലീസ് ചെയ്യാൻ തുടങ്ങിക്കേ. വണ്ടി എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വേണം നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി, കേട്ടോ. ഇപ്പം കൈ വെച്ച് തള്ളവരെല്ലാം ആക്സിലറേറ്ററിൻ്റെ അടുത്ത് വെച്ചോ. ഓക്കെ. ബ്രേക്ക് ഓഫ് ചെയ്യുക. പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേറ്റർ കൊടുക്കാൻ തുടങ്ങിക്കും. ക്ലച്ച് പതിയെ റിലീസ് ചെയ്ത്